إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഉസീക്കും ബിയ്യായ തഖ്വല്ല. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിൻ്റെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തേക്ക് തൗഫീക്ക് നൽകിയ ആളുകളൊക്കെ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ വർഷത്തിൽ തൗഫീക്ക് നൽകപ്പെടാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അറിയേണ്ടതായ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെ എല്ലാവരെയും ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ള കർമ്മം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന നിർദ്ദേശമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആൽ ഇംറാനിലെ 97-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നൽകുന്നൊരു കൽപ്പന എന്താണെന്ന് വെച്ചാൽ, ആ മന്ദിരത്തിൽ കഅബയിൽ എത്തിച്ചേരാൻ സൗകര്യമുള്ള മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ അവർക്ക് ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആരെങ്കിലും അത് നിരസിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ലോകരെയൊക്കെ പരിഗണിക്കാത്ത വിധം സ്വയം പര്യാപ്തനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ഒന്നാമത് നമുക്ക് അതിൽ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്നുള്ളതാണ്. ഹജ്ജ് എന്നുള്ള കർമ്മം വലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനോട് എന്നാണ് അതിൽ പറയപ്പെട്ട കാര്യം. അതൊരു കേവല പ്രയോഗമല്ല, അല്ലെങ്കിൽ കേവലമൊരു യാത്രയല്ലാതെ, മറിച്ച് സൃഷ്ടാവിനോടുള്ള വിശ്വാസിയുടെ കടമയാണെന്ന് ഉറപ്പിക്കപ്പെടുന്ന ഒരു പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഹജ്ജ് എല്ലാ ആളുകൾക്കും നിർബന്ധമല്ല, മറിച്ച് അതിനുള്ള ശാരീരികവും സാമ്പത്തികവുമായ കഴിവുള്ള ആളുകൾക്കൊക്കെ അതാണ് മനിസ്തത്വാഅ എന്ന് പറയപ്പെട്ടത്. മനിസ്തത്വാഅ ഇലൈഹി സബീല, ആ കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് അത് നിർബന്ധമായിക്കൊണ്ട് ഉള്ളത്. അതുപോലെ തന്നെ അള്ളാഹു ആ വാചകത്തിൽ ഉപയോഗപ്പെടുത്തി, ആ ആയത്തിൽ ഉപയോഗപ്പെടുത്തിയത് ഗനിയുൽ അനിൽ ആലമീൻ. ആരെങ്കിലും ഈ കൽപ്പനയെ തള്ളിക്കളഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടവും തന്നെ വരാനില്ല എന്നുള്ള കാര്യം. ഇതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, ഹജ്ജ് കർമ്മം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ആർക്ക്? കഴിവുള്ള ആളുകൾക്കാണത് ഉള്ളത് എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ 5 കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. 5 കാര്യങ്ങളിലാണ് അതായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. അതെന്തൊക്കെയാണ്? ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത് സാക്ഷ്യം വഹിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. വ ഇഖാമസ് സ്വലാഹ്, രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വ ഇഖാമസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്ന ആളുകളാവുക. വ ഈതാഇസ് സക്കാത്ത്, മൂന്നാമത്തെ കാര്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ ഈതാഇസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നവനാവുക. മറ്റെന്താ? വൽ ഹജ്ജ്, നാലാമത്തെ കാര്യമായിക്കൊണ്ടാണ് അവിടെ പഠിപ്പിച്ചത് ഹജ്ജ് കർമ്മം എന്നുള്ളത്. വസൗമു ഫീ റമളാൻ, റമളാൻ മാസത്തിലുള്ള നോമ്പും. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളിൽ മേലാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് പടുത്തുയർത്തപ്പെട്ട 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനമാണ് തൻ്റെ അനുയായികൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അയ്യുഹന്നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജൂ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളെ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അള്ളാഹിന്റെ റസൂലിന്റെ ആഹ്വാനം. ഇനി അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല, അല്ലെ സാധിച്ചു, നമ്മുടെ കൈകളിൽ പണമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾ അത് ഒഴിവാക്കിയാൽ അവർക്കുള്ള താക്കീതും നൽകുന്നുണ്ട്. പോകാത്ത ആളുകൾക്കുള്ള ഗൗരവമേറിയിട്ടുള്ള താക്കീത് എന്താണ് പറഞ്ഞിട്ട്? സൗകര്യമുണ്ടായിട്ടും ഹജ്ജ് വൈകിപ്പിക്കുന്നതിനെ പണ്ഡിതന്മാർ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലഖദ് ഹമംതു അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസ്വാരി ഫയൻളുറു കുല്ല മൻ കാന ലഹു ജിദ്ദ. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും അത് നിർവഹിക്കാത്തവർ ആരൊക്കെയുണ്ടെന്ന് നോക്കാൻ വിവിധ നാടുകളിലേക്ക് ആളുകളെ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സാമ്പത്തികമായിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, എന്നിട്ട് അതും ചെയ്യാത്ത ആളുകൾ ആരാണ് എന്ന് എല്ലാ നാട്ടിലേക്കും ആളുകളെ വിട്ടുകൊണ്ട് അന്വേഷിച്ചത് കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിച്ചു എന്നാ. എന്നിട്ട് എന്താ പറഞ്ഞത്? വലം യഹുജ്ജ ഫയദ്രിബു അലൈഹിമുൽ ജിസിയ. അങ്ങനെ ഹജ്ജ് ചെയ്യാത്ത വ്യക്തികളുണ്ട് എങ്കിൽ അവരുടെ മേൽ ജിസിയ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിമീങ്ങളല്ല എന്ന് അദ്ദേഹം 2 തവണ ആവർത്തിച്ച് പറയാണ്. എത്രത്തോളം ഗൗരവത്തോടു കൂടി ഹജ്ജ് കർമ്മത്തിനൊക്കെ നമ്മുടെ കൈകളിൽ ഉള്ള പണമുണ്ടായിട്ടും നമ്മളത് നിർവഹിക്കാതിരിക്കുന്നത് എന്ന്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. വിശ്വാസികളുടെ തേട്ടമാണ് ഹജ്ജിന് അവസരം ലഭിക്കുക എന്നുള്ളത്. ആ ഒരു മനസ്സിൻ്റെ തേട്ടം നമുക്ക് ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു തേട്ടമുണ്ടായിരിക്കണം. നാഥ, എനിക്കൊരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ എന്നുള്ള തേട്ടം എന്ത് ചെയ്യേണ്ടായിരിക്കണം? നമുക്ക് ഉണ്ടായിരിക്കണം. അവസരം ലഭിച്ചവർക്ക് ശരിയായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടാവണം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രൂപത്തിലുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ഹജ്ജിന് പോകുന്ന ആളുകളോടും ഹജ്ജിന് അവസരം ലഭിക്കപ്പെടാത്തവരായിട്ടുള്ള ഏതാനും ആളുകളോടൊക്കെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ പറയുന്നത്. ഹജ്ജിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് എന്നാൽ വെറും ഒരു യാത്രയല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത് കാണാൻ കഴിയും, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു. എങ്ങനെയാണ് പാപങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനം ലഭിക്കപ്പെട്ട വ്യക്തി, ഒരു പാപമില്ലാണ്ടുള്ളൊരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരിക്കും? ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലെന്താ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പാപങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒക്കെ എല്ലാ കാര്യങ്ങളായിട്ട് എന്തോരൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ മനസ്സിനിങ്ങനെ ഒരു ഇടങ്ങേറാണ്. എന്ത്, നമുക്ക് ഇതൊക്കെ ഒരു ശരിയായിട്ടുള്ളൊരു ശുദ്ധീകരണം വന്നിട്ടില്ല എന്നുള്ള രൂപത്തിലൊരു ഇടങ്ങേറ് നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു.
ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് ചെയ്യുകയും അതിൽ അനാവശ്യ വാക്കുകളോ പ്രവർത്തികളോ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ ജനിച്ച ദിവസത്തെ പോലെ പാപമുക്തനായി മടങ്ങുന്നതാണ്. ജനിച്ച ദിവസത്തെ പോലെ. ഒരു കുഞ്ഞിങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്ത് കളങ്കാണ്ടാവുക? ആലോചിക്കണം, എന്ത് കളങ്കാണ് ആ കുട്ടിയുടെ മനസ്സിൽ? ഒരു കളങ്കം പോലുമില്ല. ഈ ലോകത്തേക്ക് ഇങ്ങോട്ട് പിറന്നു വീഴുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്തതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാത്ത രൂപത്തിൽ നമ്മുടെ പാപങ്ങൾ മുഴുവനായും പൊറുക്കപ്പെട്ട നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച വ്യക്തികൾക്ക് ചെയ്യുന്നത് പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ്. അവനെ അങ്ങനെ ആക്കി തീർക്കുന്നത് എന്നാണ്. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രതിഫലമായിക്കൊണ്ട് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പഠിപ്പിച്ചു. വൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അല്ലാഹ് സ്വീകരിക്കപ്പെട്ട ഹജ്ജാണെന്നുണ്ടെങ്കിൽ അതിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലവുമില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം. മറ്റൊന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ എണ്ണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി പറഞ്ഞു കൊടുത്തതൊന്നുണ്ട്. അതിൽ ഹജ്ജിനെ കൂടി കൂട്ടി പറയുന്നുണ്ട്. ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബാക്കൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. സുഅയില നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ. അള്ളാഹുവിന്റെ റസൂലേ, ഏത് കർമ്മമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കണം. ആ സമയത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താ? ഈമാനു ബില്ലാഹി വ റസൂലി. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞത്. അപ്പോഴും സഹാബാക്കൾ പിന്നെയും ചോദിക്കപ്പെട്ടു. ഖീല, അദ്ദേഹം ചോദിക്കപ്പെട്ടു, ആ സമയത്ത് ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, പിന്നെ എന്താണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദാവുന്ന വ്യക്തിയാണ് ആ കർമ്മമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളതെന്ന്. പിന്നെയും അവിടെ അടങ്ങിയിരുന്നില്ല. സ്വഹാബാക്കൾ പിന്നെയും ചോദിച്ചു, സുമ്മ മാദാ, പിന്നെ എന്താണ് റസൂലേ? ഖാല അൽ ഹജ്ജു മബ്റൂറുൻ. സ്വീകരിക്കപ്പെട്ട ഹജ്ജാണ് പിന്നെയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് കർമ്മം എന്നത് ഏറ്റവും ഉത്തമമായ കർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമായി കൊണ്ട് നിർത്തിയില്ല. ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിനത്തേക്കാൾ കൂടുതൽ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് ഏത്? അറഫയുടെ സമയം എന്നുള്ളത്, ആ ഒരു അവസരം കിട്ടുക എന്നുള്ളത്. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമിൻ അറഫ. അറഫ ദിനത്തേക്കാൾ കൂടുതൽ അല്ലാഹു തന്റെ അടിമകളെ നരകമോചനം നൽകുന്ന മറ്റൊരു ദിവസവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ വേറൊരു ദിവസവുമില്ല. ആ അറഫയുടെ സമയത്ത് നരകമോചനം നൽകപ്പെടുന്ന ദിവസമല്ലാതെ അത്രയും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകത ആ ഹജ്ജ് കർമ്മത്തിനുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ട വ്യക്തികളാണ് ഹജ്ജ് കർമ്മത്തിനുടമയായ ആളുകൾ. അള്ളാഹുവിന്റെ അതിഥികളെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പോലും അവരെ പറയപ്പെട്ടിട്ടുള്ളത്. ഹജ്ജിന് പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രത്യേക അതിഥികളായി കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവർ ചോദിക്കുന്നത് അള്ളാഹു നൽകുകയും അവർക്കായി പാപമോചനം തേടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ്? അൽ ഹുജ്ജാജു വൽ ഉമ്മാറു
വഫ്ദുല്ലാഹി ഇൻ ദഅൗഹും അജാബഹും വഇൻ ഇസ്തഗ്ഫിറൂഹു അഫറ ലഹും. അൽ ഹുജ്ജാജ് വൽ ഉമാർ, ഹജ്ജ് ചെയ്യുന്ന ആളുകളും ഉംറ ചെയ്യുന്ന ആളുകളും വഫ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ അതിഥികളാണ്. ഇൻ ദഅൗഹു അജാബഹും, അവർ അവനോട് എന്താണോ ചോദിക്കുന്നത്, എന്തൊന്ന് പ്രാർത്ഥിച്ചാലും അവൻ അതിന് ഉത്തരം നൽകുന്നതാണ്. അതുമാത്രമാണോ, അവൻ അവനോട് പാപമോചനം തേടിയാൽ അവൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയും എന്തുണ്ട്, ഹജ്ജിനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഹാജിമാരായിട്ടുള്ള ആളുകൾ, എന്നെ കേൾക്കുന്ന ഹാജിമാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, ആ ഹജ്ജ് കർമ്മങ്ങൾ ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം. ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഇഖ്ലാസോട് കൂടിയുള്ള ഹജ്ജ് കർമ്മമാകുവാൻ വേണ്ടി നാം ശ്രദ്ധിച്ചിരിക്കണമെന്നുള്ളതാണ്. ഹജ്ജിന് തീരുമാനിച്ചത് മുതൽ മടങ്ങി വരുന്നതുവരെയും, അങ്ങനെ മാത്രമല്ല ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവിൻ്റെ പ്രീതി മാത്രമാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഹജ്ജിന് പോവാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്തത നിഷ്കളങ്കതയാണ് ഉണ്ടാവേണ്ടത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാവരുത്. മനസ്സിലായോ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമായി മാറാൻ പാടില്ല എന്നുള്ളത്. അഥവാ ഹാജി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മമായിക്കൊണ്ട് എന്ത് ചെയ്യരുത്, അത് മാറരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ഇത്തിബാ, എന്താണ് പ്രവാചക മാതൃക, അതുപോലെ ആയിരിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ കർമ്മങ്ങൾക്ക്, അതായിരിക്കണം അവന്റെ ഹജ്ജ് കർമ്മം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലിതഖുദു അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ പഠിക്കുക. ഹജ്ജ് കർമ്മങ്ങൾ എവിടുന്നാ പഠിക്കേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നിർവഹിച്ചത് അതുപോലെ നിർവഹിക്കുക എന്നുള്ളതാണ് ഹജ്ജ് കർമ്മം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനസാഗരങ്ങൾക്കിടയിൽ തിക്കും തിരക്കും സ്വാഭാവികമാണ്. ഒരുപാട് പ്രദേശത്തു നിന്ന് ആൾക്കാർ വരിക. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമൊന്നുമല്ല, എത്ര നാടുകളുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എത്തിക്കപ്പെട്ട ആ നാടുകളിൽ നിന്നെല്ലാം ഹാജിമാരെന്ത് ചെയ്യും? അവിടേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമ കൈകൊള്ളേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും അങ്ങോട്ട് കടന്നു വരിക. അതുകൊണ്ട് തന്നെ അവിടെ ദേഷ്യപ്പെടാനോ തർക്കിക്കാനോ പാടില്ല. അള്ളാഹു പറയുന്നുണ്ട്, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അത് അള്ളാഹിന്റെ നിബന്ധന, ഹജ്ജ് കർമ്മത്തിൽ വെക്കപ്പെട്ടിട്ടുള്ളൊരു നിബന്ധനയാണ്. എന്ത്? തർക്കിക്കാതെ, വലാ ജിദാല, തർക്കിക്കാൻ പാടില്ല എന്നുള്ളത്. മറ്റുള്ളവരുമായി കൊണ്ട് തർക്കിക്കുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് അവിടെ നിബന്ധനയാക്കി കൊണ്ട് വെക്കപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ തിക്കും തിരക്കിനിടയിലേക്ക് ചിലപ്പോൾ ഒരു ഉന്ത് തള്ള്, അല്ലെങ്കിൽ കാലിലേക്ക് ഒരു ചവിട്ട്, ഇതെല്ലാം എന്ത് ചെയ്യാൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്രയും ജനങ്ങളായിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, മണൽത്തരി ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴാൻ പ്രയാസമാണ് എന്ന് പറയുന്ന രൂപത്തിൽ അത്രയും ജനങ്ങളാണ് എന്ത് ചെയ്യുക, ലോകത്ത് നിന്ന് മുഴുവനായിക്കൊണ്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, വരുന്നത്. അള്ളാന്റെ തൗഫീക്ക് കിട്ടി വരുന്നത്. ഇതിലൊക്കെ മുന്നേ തൗഫീക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്രാവശ്യം പോവാൻ അവസരം ലഭിക്കപ്പെട്ട ആളുകളും ഉണ്ടാവും. ഇനി തൗഫീക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അള്ളാന്റെ ആ കൽപ്പന എന്നുള്ളത്, ആ നിർദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹാജിമാർ എന്നുള്ള നിലക്ക് മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട്. എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നതിനിടയിൽ കടന്നുകൂടുന്ന ചില ബിദ്അത്തുകളുണ്ട്.
അത് മനസ്സിലാക്കി കൊടുക്കാൻ ഹാജിമാരും ഈ കൂട്ടത്തിലില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കി കൊടുക്കുവാനും എന്ത് ചെയ്യണം, സാധിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒന്നാമത്തത്, ഹജ്ജിന്റെ പേരിൽ ഒരു കല്യാണം പോലെ ആക്കി തീർക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണം പോലെ ആക്കി തീർക്കുന്ന ആൾക്കാർ. ഞാൻ ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്ന് വരിക, പൊരുത്തപ്പെടിപ്പിക്കുക, കാര്യങ്ങളൊക്കെ പറയാ, എന്നിട്ട് വരിക, എന്താ ഞാൻ പോണെന്ന് ആണ്ട് വരികയുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് വിളിക്കൽ തുടങ്ങി. പണ്ടൊക്കെ വീട്ടിലേക്ക് എന്ത് ചെയ്തിരുന്നു, ഒതുങ്ങിയ കാര്യം ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി ഒരു കല്യാണം എന്ന രൂപത്തിൽ അത്രയും ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു വലിയ കല്യാണം പോലെയൊക്കെ ആക്കി നടക്കുക. ആരുടെ മാതൃകയാണുള്ളത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ച മാതൃകയാണോ? അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് സദ്യ കൊടുത്ത് വിളമ്പിയിട്ടൊക്കെയാണ് പോവേണ്ടി എന്നുള്ളത് റസൂൽ പറഞ്ഞതാണോ? നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണോ? പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ, പുതുതായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുപോരുന്നത് എന്നുള്ളത്? സാധാരണ നമ്മുടെ കുടുംബം കൂട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കുക, അതിനൊരു വിയോജിപ്പ് പറയില്ല. അതൊക്കെ നമുക്ക് ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഒരു നാട്ടിൽ തന്നെ കല്യാണം പോലെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് എന്താണ്? യാത്രക്ക് മുമ്പ് ജാറങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഏകത്വം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യക്തികൾ ആദ്യം പോകുന്ന ഇടങ്ങളേതാ? ചില ആൾക്കാർ പോകുന്ന ഇടങ്ങളേതാ? ജാറങ്ങള്, മക്ബറകള്. അവിടൊക്കെ ഒന്ന് സന്ദർശിച്ച് അവരോടൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഇത് വാങ്ങുക. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാണ് വരുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. നാടിൻ്റെ അവസ്ഥ ഏത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഹജ്ജ് കർമ്മം തന്നെ ഉള്ളത്. ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് അത് പിൻപറ്റുന്നവനാണെന്ന ഉറച്ച തീരുമാനം മനസ്സിലെടുക്കുവാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഹജ്ജ് കർമ്മത്തിന് പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള നാട്ടിലുള്ള അല്ലെങ്കിൽ പരിസര പ്രദേശത്തുള്ള ജാറങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെയൊക്കെ പോയിട്ട് എന്ത് അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ട് എന്ത് ചെയ്യുക, ആണ്ട് പോവാൻ നിൽക്കുക. ഞാൻ അതുകൊണ്ട് തീർന്നോ? ഇല്ല. വരുമ്പോഴും എന്ത് ചെയ്യും, നല്ല ഒരു കുട്ടിയെ പ്രസവിച്ച കുട്ടിവനെ പോലെ ആയിക്കൊണ്ട് അവൻ നേരെ വരുന്നത് എവിടുക്കാം, ഇതേ പറയപ്പെട്ട ജാറങ്ങളൊക്കെ സന്ദർശിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് പോരാ. ആ കൊടുത്ത പൈസ 4-5 ലക്ഷം ഫുള്ള് ബാത്തിലാക്കി കളയുന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അത് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചിട്ട് 3 പള്ളികളിലേക്ക് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിട്ടുള്ളത്. പ്രത്യേകമായ പുണ്യമാണല്ലോ അവർ പറയുന്നത്. അവരുടെ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ അല്ലേ പറയുന്നത്. അതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുവാൻ പാടില്ല. അതിലൊന്നേതാ? അതാണ് ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോണ സ്ഥലം, ബൈത്തുൽ ഹറം. മറ്റേതേതാ? ബൈത്തുൻ നബി അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മസ്ജിദുൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മദീന പള്ളിയിലേക്ക്. മൂന്നാമത്തേതാ? മസ്ജിദുൽ അഖ്സ, ഫലസ്തീനുള്ള അക്സയിലേക്ക്. അതിന് പ്രത്യേക പുണ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളിലേക്കാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ അനുമതിയുള്ളത്. അതല്ലാത്ത സ്ഥലങ്ങളിലേക്കില്ല. പിന്നെ എന്തിനായിരിക്കും ഈ ജാറങ്ങളിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നുകാണ്ട് പിന്നീട് ഹജ്ജ് കർമ്മം ചെയ്യുകയും അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും അത്തരത്തിൽ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ബാത്തിലാക്കി കളയുന്ന രൂപത്തിൽ പിന്നെയും ജാറങ്ങൾ സന്ദർശിച്ചു വരുന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മക്ബറകളെ സന്ദർശിക്കൽ അഥവാ മരിച്ച വ്യക്തികളുടെ ഖബറുകളെ സന്ദർശിക്കുക എന്നുള്ള, അവനവൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇതാക്കി പോരുക. ഇത് അനുവദിക്കപ്പെടാത്ത കാര്യം. സിയാറത്ത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ അവരോട് ചോദിക്കുന്ന രൂപത്തിലേക്കാവരുത്, അവരോട് ചോദിക്കുന്ന രൂപത്തിലേക്ക് ആവരുത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടൊക്കെ പ്രാർത്ഥിക്കണം. അതിലാരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഈ ചാരങ്ങളിലേക്ക് പോകുന്നത് പറയുമ്പോൾ തന്നെ ആളുകൾ എന്താ പറയാ, അവർക്ക് സിയാറത്തൊന്നുമില്ല എന്നൊരു വർത്താനം പറയും. അവർക്ക് സിയാറത്തൊന്നുമില്ല. സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തന്നെയാണ്. അതാണ് ഈ മിമ്പറിൽ നിന്ന് ഞാൻ പറയുന്നത്. അത് റസൂലുള്ളാഹി നമുക്ക് അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നില്ലേ? അള്ളാന്റെ റസൂൽ സിയാറത്ത് ചെയ്തിട്ട് അവരോട് പ്രാർത്ഥിക്കുകയാണോ ചെയ്തത്? അല്ല, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ കിടക്കുന്ന ആളുകൾക്ക് അവർ കേൾക്കുമെന്ന് വിശ്വസിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ശിർക്കാണെന്ന് നമ്മളെ പഠിപ്പിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഈ കർമ്മമാണ് എന്ത് ചെയ്യുന്നത്, ആളുകളൊക്കെ ഇപ്പൊ പിൻപറ്റി പോരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോൾ യാത്ര അയക്കാൻ വരാത്ത ആളുകളോട് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ തന്നെ സന്ദർശിച്ചില്ല എന്ന കാരണത്താലും ബന്ധം മുറിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ട് വന്നില്ല. ഞാൻ പോണ സമയത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നു, പക്ഷേ എന്ത് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ല. എന്ത് കർമ്മം ചെയ്തിട്ടാ വന്നിക്കണ്? ഹജ്ജ് കർമ്മം ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആള് വന്നിക്കണ്. പിന്നെന്താ, ആദ്യത്തെ അസൂയ അവിടെ തുടങ്ങുകയാണ്. പകയും കുറുമ്പും കുശുമ്പും ആരംഭിക്കുകയാണ് അവിടെ. എന്ത്, ഇന്നെ കാണാൻ വന്നില്ല എന്നുള്ളത്. എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കുകയാണെ. പെട്ടെന്ന് തന്നെ തിന്മയിലേക്ക് പോകാനുള്ള വഴികൾ തുറക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമൊക്കെ തിരിച്ചറിവ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല കർമ്മമായി ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അതിൽ വന്ന ബിദ്അത്തുകളും ചെയ്യേണ്ടത് എങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ഖുതുബയിലൂടെ ഉണർത്തിയത്. അതിൽ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്, യാത്രക്ക് മുമ്പ് ചില ആളുകൾ ചുമരിൽ എന്ത് ചെയ്യും, ആയത്ത് എഴുതി വെക്കുന്ന രംഗം. ഏതാണ് സൂറത്തുൽ ഖസസിൽ 52-ാമത്തെ ആയത്ത്. യാത്ര പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ചില ആൾക്കാരെന്ത് ചെയ്യും, അത് അവിടെ എഴുതി വെക്കും. എന്തിനാണ്? ശരിക്കും പോലെ തിരിച്ചിങ്ങോട്ട് തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുന്നത്. എത്ര നല്ല കർമ്മത്തിനാണ് പോണത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. അവിടുന്ന് ആ കർമ്മം കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തേക്കാണ്. അള്ളാഹു സ്വീകരിച്ചപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞു. എന്നാലും ചില ആൾക്കാരുടെ മനസ്സിലെന്താ, ഇങ്ങോട്ട് തന്നെ തിരിച്ച് എത്തണം. ഇനി അതിനൊരു തെളിവ് വേണ്ടേ? എന്തെങ്കിലും തെളിവുകൾ എന്ത് ചെയ്യണം, അതിന് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് അതുമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത് ഖസസിലെ ആയത്തും എന്ത് ചെയ്യുന്നതിൻ്റെ വീട്ടിൻ്റെ ചുമരിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ യാത്രയപ്പ് വേളയിൽ പ്രത്യേക ചടങ്ങുകളൊക്കെ നിർവഹിക്കപ്പെടുക. യാത്രക്കാർ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊരു ഖുർആനോത്ത്, അതുപോലെ തന്നെ മുസല്ല വിരിച്ച് പ്രത്യേക ദിക്റുകൾ ചൊല്ലുക, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രത്യേക വ്യക്തി തന്നെ കൈ പിടിച്ചിറക്കണമെന്നുള്ള വാശി പിടിക്കൽ, ഇങ്ങനെ തുടങ്ങിയ പ്രമാണബദ്ധമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ചില ആൾക്കാർ വീടിന് ചുറ്റും തവാഫാണ് ചെയ്യല്. തവാഫ് ഒരു സ്ഥലത്ത് മാത്രമാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെവിടെയാണ്? അത് കഅബക്കാണ്. കഅബക്ക് മാത്രമേ തവാഫുള്ളൂ.
ആ തവാഫ് ചില ആളുകൾ എന്ത് ചെയ്യും, പോണ മുമ്പട്ടായിട്ട് ഒരു 7 തവാഫ് വീടിന് മുമ്പ് എന്ത് ചെയ്യുക, ചുറ്റിലും എന്ത് ചെയ്യുക, ഇങ്ങനെ ചുറ്റിങ്ങാണ്ടിരിക്കുക. അഥവാ സ്വന്തം വീടിനും ചുറ്റിലും ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തൊട്ട് ഇങ്ങനെ ഒരു വന്നിക്കലും. സുബ്ഹാനല്ലാഹ്, ഏത് നിന്ന് വന്നതാണെന്ന് ആലോചിക്കുക. ഈ തൊട്ട് വന്നിക്കലേ വന്നത് അന്യമതസ്ഥരിൽ നിന്ന് വരപ്പെട്ട കാര്യമില്ല. കാല് തൊട്ട് വന്നിക്കലും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യുക, കൂട്ടിച്ചേർത്തൊക്കെയാണ്. ഏതിലേക്ക്? അതും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കാൻ പോകുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ആഡംബരവും ആഘോഷമൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിദഅത്തുകൾ വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹജ്ജ് പെട്ടി വന്നിക്കുക. ചില ആൾക്കാർ യാത്രക്ക് ഉപയോഗിക്കുന്ന പെട്ടി കട്ടിൽ വെച്ചിട്ട് അതിന് ചുറ്റിലും എന്ത് ചെയ്യും, അവരിങ്ങനെ നിൽക്കും. ആളുകളൊക്കെ കൂടി നിന്നിട്ട് ഒരു ദുആ വിളിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും എന്ത് ചെയ്യണ്, അതിലേക്ക് കൂട്ടിന്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ് പിറ്റേന്ന് ഞാനൊരു കുപ്പായം ഇതൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ നിന്ന് 2 ദുആ വരട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എനിക്കെന്തെങ്കിലും തരണമെന്ന് തോന്നും, അല്ലേ? എനിക്കെന്തെങ്കിലും തരണമെന്ന് നിങ്ങൾക്ക് തോന്നും. അത് തന്നെയാണ് അവിടെയും ഉദ്ദേശമുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തല്ല, ആ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല എങ്കിൽ ആ വന്ന വ്യക്തിക്ക് നിങ്ങളൊന്നും കൊടുത്തില്ലാന്ന് വിചാരിച്ചോളി. ആ വ്യക്തിൻ്റെ രണ്ടാമത്തെ വർത്തമാനം 2ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കുവാൻ സാധിക്കും. ഞാൻ എന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ഒരു നയാ പൈസ എനിക്ക് തന്നിട്ടില്ല. അപ്പം എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക? ആ പൈസയുടെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഹജ്ജ് പെട്ടി വന്നിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്ന ഏർപ്പാടുകളൊന്നും നമുക്ക് പറയപ്പെട്ടിട്ടില്ല, കാര്യമല്ല. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ കഅബയിലേക്കും റൗദയിലേക്കൊക്കെ സന്ദേശങ്ങൾ കൊടുത്തു വിടുന്ന ചില ആൾക്കാർ എന്താ, നാട്ടിലുള്ളവർക്ക് ഹജ്ജിന് പോകുന്നവരോട് എൻ്റെ സലാം കഅബയോട് പറയണം. ചില വിടുന്ന ആൾക്കാർ എൻ്റെ സലാം കഅബയോട് പറയണം, അല്ലെങ്കിൽ റൗള ഷരീഫിനോട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സലാം പറയണം. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിപ്പിക്കപ്പെട്ടതല്ല. അത് നമ്മൾ അചേതനമായ വസ്തുക്കളോട് സലാം പറയാൻ ഏൽപ്പിക്കുന്നത് ശരിയായ രീതിയിലുള്ള അറിവില്ലായ്മയാണെന്നാണ് പറയേണ്ടത്. ശരിക്കുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. കേട്ട് സലാം അടക്കുന്ന സാധനങ്ങളാണോ? എന്തെങ്കിലും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് സലാം പറയാൻ വേണ്ടിയിട്ട് ആളുകൾ വിടുന്ന ഏർപ്പാടുകൾ. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മത്തിനിടയിലും ചില ആളുകൾ അബദ്ധങ്ങൾ നിർവഹിക്കാറുണ്ട്, അതിര് കടന്നിട്ടുള്ള വന്നിക്കലുകൾ നടത്താറുണ്ട്. കഅബയുടെ കിസ്വയിൽ ഉരസുന്നത് ബർക്കത്താണെന്ന് കരുതി ബലമായിട്ട് പിടിക്കുകയും അവയിൽ നിന്ന് നൂലൊക്കെ കട്ടുകൊണ്ടുവരാൻ നോക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് വലിച്ചിട്ട് ആ നൂല് പോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണ് അവിടുന്ന് കിട്ടുന്ന സാധനം അത് ബർക്കത്താണെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആളുകൾ അത് പൊട്ടിച്ചെടുക്കുന്നത് വരെ ഹറാമാണ്. നമ്മൾ ബിദ്അത്തുകളാണ്. അതിൽ ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നതും എന്താണ്, ബിദ്അത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൂണുകളും ഭിത്തികളൊക്കെ തടവിയിട്ട് പോരാ. എവിടുത്തത് മസ്ജിദുൽ ഹറമിൻ്റെ തൂണുകളൊക്കെ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ അത് മുഖത്തൊക്കെ ഉണ്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ റസൂലുള്ള പഠിപ്പില്ല. അതാണ് റസൂലുള്ള പറഞ്ഞത്, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണോ ഹജ്ജ് കർമ്മം കണ്ടത് അത് നിങ്ങൾ നിർവഹിക്കുകയും എന്ന് റസൂലുള്ള പറയാൻ കാരണം അതാണ്. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിക്കണമെങ്കിൽ ഓക്കെ, നിങ്ങളും അങ്ങനെ ചെയ്തോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാം നിർവഹിക്കുവാൻ വേണ്ടി ധൃതി കൂട്ടുന്ന ആളുകൾ. അതേപോലെ തന്നെ ജംറയിൽ ഉള്ള തെറ്റിദ്ധാരണ ഉള്ളത്, കല്ലെറിയുന്നൊരു സ്ഥലമുണ്ട് ജംറയിൽ, പിശാചിനെ എറിയുക എന്നുള്ള ധാരണയിലാണ് എന്ത് ചെയ്യുന്നത്. അവിടെ അത് എന്താണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിക്കപ്പെട്ടത് ആ കർമ്മം നിർവഹിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ ആ ജംറയിൽ പിശാച് അവിടെ കൊടുന്ന് അള്ളാഹു നാട്ടിയിട്ടൊന്നുമില്ല. ചില ആളുകളുടെ വിശ്വാസം അങ്ങനെയാണ്, ഇവിടെ പിശാചുണ്ട് അതുകൊണ്ട് ഞാൻ എറിയുന്ന കല്ല് കൃത്യമായിട്ട് എന്നെ കൊള്ളണം എന്നുള്ളത്. എന്നിട്ട് ചെരിപ്പ് വരെ എടുത്ത് വലിച്ചെറിയുന്ന ആളുകളുണ്ട്, തെറി വിളിക്കുന്ന ആളുകളുണ്ട്. വീഡിയോസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അസ്തഗ്ഫിറുല്ലാഹ്, എന്തെല്ലാം പ്രവൃത്തികളാണ് ആളുകൾ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നോക്കൂ. അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല,
യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മനസ്സിലാക്കുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഹാജിമാരോട് എനിക്കുണർത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നെല്ലാം നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഇമാം നഹ്വി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഈലാഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വലാ യജൂസു അൻ യുതാഫു ബിഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുക്റഹു ഇൽസാഖുൽ ലഹരി വൽ ബത്നി ജിദാരിൽ ഖബരി ബലിസ് സവാബിൽ ലദി അലൈഹിൽ ഉലമാ ഹുവൽ അബ്ദു അൻഹു നബിയുടെ ഖബറിനെ തവാഫ് ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഖബറിന്റെ ഭിത്തിയിൽ വയറോ മുതുകോ ചേർത്ത് വെക്കുന്നത് കറാഹത്തായിട്ടുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ച ശരിയായ രീതി അതിൽ നിന്ന് അകലം പാലിക്കലാണെന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കയ്യെത്താനുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെയുള്ള ആൾക്കാരെ അതിന് സമ്മതിക്കൂല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും, തിക്കും തിരക്കും കൂട്ടിയിട്ടൊക്കെ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുസ്ലിമീങ്ങളായ ഉമ്മത്തുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത്, ആ കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന ആളുകളോട് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ ഹജ്ജിന് പോകാനായി തൗഫീക്കിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ആളുകളോടും ഉണർത്താനുള്ളത് അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സോലിഹായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഇന്ന് യാത്രയാകുന്ന അല്ലെങ്കിൽ തുടർന്ന ദിവസങ്ങളിൽ യാത്രയാകുന്ന ആളുകൾക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ഹജ്ജിനായിക്കൊണ്ട് മനസ്സിൽ അങ്ങേയറ്റം ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. പ്രാർത്ഥിച്ചു കൊള്ളുക സഹോദരങ്ങളെ, അള്ളാഹുവിനോട് തേടിക്കൊള്ളുക. റബ്ബ് അതിനുള്ളൊരവസരം തീർച്ചയായും നിങ്ങൾക്ക് നൽകപ്പെടും. അതിനാഗ്രഹം വേണം. അതിനാഗ്രഹമുണ്ട് എങ്കിൽ അതിനുള്ള സമ്പാദ്യവും എല്ലാം. ഇനി സമ്പാദ്യമില്ലാത്തവനെ പോലും അള്ളാഹു ഹജ്ജിനെത്തിച്ച് എത്രയെത്ര ചരിത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. തീർച്ചയായും പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിൽപ്പെട്ടൊരു സമയം തന്നെയാണ് ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഖുത്ബകൾ കേൾക്കുന്ന സന്ദർഭവുമൊക്കെ. ആ അവസരങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള മലായികത്തുകൾ ആമീൻ നിങ്ങൾക്ക് വേണ്ടി പറയുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ഖുത്ബയുടെ സന്ദർഭത്തിലാണെങ്കിലും ഏതവസരത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്ന ആളുകളാവരുത്. അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ആളുകളാവുക. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഞായറാഴ്ച ദിവസം തന്മിയ എന്നൊരു പ്രോഗ്രാം, വൈജ്ഞാനികമായിട്ടുള്ളൊരു സംഘമാണ്. പ്രത്യേകിച്ച് നമുക്ക് യൂട്യൂബുകളിലൂടെയൊക്കെ നമുക്ക് അറിയുന്ന ആളാണ് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. നമ്മൾ കേൾക്കാറുള്ള പ്രസംഗമാണ്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നേരിൽ കാണാനുള്ളൊരവസരം, നേരിൽ പ്രസംഗം കേൾക്കുവാനുള്ള ഒരവസരം ഇൻഷാ അല്ലാഹ് പരൂര് ഡ്രീം പാലസിൽ വെച്ചിട്ട് ആൽത്തറ പുന്നയൂർക്കുളം ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരും എന്ത് ചെയ്യണം? എത്തിച്ചേരാൻ വേണ്ടി, ഫാമിലി സഹിതം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. വിശ്വാസം തണലാകണമെന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിക. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള അന്നത്തെ ദിവസമാണ് സാധാരണ നമ്മൾ ഖുർആൻ ക്ലാസ് മഗ്രിബിന് ശേഷം ഇവിടെ വെക്കാറുള്ളത്. മഗ്രിബിന് ശേഷമാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് വ്യാഴാഴ്ചയിലേക്ക് ഈ വരുന്ന വ്യാഴാഴ്ചയിലേക്ക് ഇത് മാറ്റിയ വിവരം ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.